അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ലൈവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് വന്നിട്ട് നമ്മുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലൈവിൽ വന്നവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ കൂടുതൽ പേരും ലൈവിൽ കുറച്ച് പേര് ചോദിച്ച കാര്യമാണ് മറ്റേ സർവേ ക്വാളിഫൈഡ് ആവുന്നതിൻ്റെ കാര്യം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ സർവേ എളുപ്പത്തിൽ ചെയ്യരുത്, സ്പീഡ് കുറച്ചേ ചെയ്യാവൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് നമ്മുടെ ടൈംബെക്സിൻ്റെ സർവേ ടാബിലുള്ള ഒരു ഓഫേഴ്സ് ഉണ്ടല്ലോ, ഓഫേഴ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നിങ്ങളിത് വിശ്വസിച്ചേ പറ്റൂ. ഓഫേഴ്സിലുള്ള ഏതൊന്ന് ചെയ്താലും നിങ്ങൾക്ക് നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്നത്തെയും പോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്ത് കളയുക. ഓക്കെ, ഓഫേഴ്സിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുതരാം. ടൈംബെക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ അതായത് ഏണിങ്സ് അവർ ഉറപ്പാക്കി നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് ഓഫേഴ്സ് ഗെയിംസിൽ നിന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം ഗെയിംസും ഓഫേഴ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് $104, $500, $600 ഒക്കെയാണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഓഫേഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അവർ $2000 ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം, ഞാനിപ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തരാം. നിങ്ങൾ ജസ്റ്റ് ഇത് കേട്ടിട്ട് മാത്രം നിങ്ങൾ ഓഫേഴ്സിലോട്ട് പോവുക. ടൈംബെക്സിൻ്റെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കി തരാൻ പറ്റിയ ഒരേ ഒരു പ്ലാറ്റ്ഫോം ഓഫേഴ്സും കൂടെയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓഫേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓഫേഴ്സിൽ ഞാൻ പറയുന്നതിൽ മാത്രം നിങ്ങൾ കയറി ഗെയിംസ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഗെയിംസ്, പിന്നെ സർവേ ഓപ്ഷൻസ്, പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അവർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ ചില സൈറ്റുകളിൽ ചിലപ്പോൾ പൈസ കിട്ടാൻ കുറവായിരിക്കും, പക്ഷേ ബാക്കി എല്ലാ സൈറ്റുകളിലും പൈസ കിട്ടും. അത് പോരാഞ്ഞിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസേഴ്സിന് മാത്രമാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതായത് ആദ്യമായിട്ട് ആ ഒരു ഗെയിം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരാൾക്ക് വേണം അത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ആരും രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആരും അത് ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാദ്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ടൈംബെക്സ് നിങ്ങൾ വേറെ ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് പോകണ്ട. കാരണം ഏണിങ്സ് ഇഷ്ടം പോലെ കിട്ടുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കേരളത്തിലെ മൊബൈൽ ഫോണിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഏണിങ്സ് കൊടുക്കുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ടൈംബെക്സ് മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ റിസർച്ച് ചെയ്ത് ഞാനിത് ഓൾറെഡി കുറേ ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. ബാക്കി എല്ലാ പ്ലാറ്റ്ഫോമും 40, 50, 60 കൊടുക്കുന്നത്. ഈ ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കൂടുതലും പൈസ തരുന്നത്. അപ്പോൾ ഇതാരും നിർത്തി പോകരുത്, എല്ലാവരും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോ കാര്യങ്ങൾക്കോ പോയി നിങ്ങൾ തലവെക്കാതെ ഇതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് നിങ്ങൾ കൂടുതലായിട്ട് എൻഗേജ് ചെയ്തിരുന്ന് എപ്പോഴും നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സർവീസും കാര്യങ്ങളും കിട്ടുന്നതാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയാണ്. എപ്പോഴും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി നോക്കിക്കൊണ്ടിരിക്കുക, അപ്പോൾ സർവീസും കാര്യങ്ങളും കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ വെപ്രാളം കാണിക്കരുത്. നിങ്ങളിപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്താൽ അത്ര $1 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം 2-3 ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യും. അത് അട്ടർ വേസ്റ്റായിട്ടേ തോന്നും. കാരണം നമ്മൾ ഒരെണ്ണം കളിച്ച് കഴിഞ്ഞിട്ടല്ലേ അടുത്തത് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് കളിക്കുക. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോണം. ഇതാണ് നമ്മുടെ ഓഫേഴ്സിൻ്റെ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം 4, 6, 8, 10, 12, 14ഓളം സൈറ്റിൽ നിന്നുള്ള ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ഓഫേഴ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറിലെ ഗെയിംസ് കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രെഡിറ്റ് ആവുന്നതാണ്. കാരണം ഞാൻ ഇതിൽ നിന്ന് ഇഷ്ടം പോലെ എടുത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വിഷിംഗ് വാൾ കളിച്ചിട്ടുണ്ട്, പിന്നെ മെർജ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കളിച്ചിട്ടുണ്ട്, പിന്നെ എഗ്ഗ് ക്യാച്ചർ കളിച്ചിട്ടുണ്ട്. ബാക്കി ഒന്നും ഞാൻ കളിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം കളിക്കുമ്പോൾ തന്നെ ഏറ്റവും ചെറിയ ടാസ്ക്കൊക്കെ നോക്കി എടുക്കുക. അതായത് ഇങ്ങനെയാണ് എടുക്കുന്നത്. എടുത്തിട്ട് നമുക്ക് ഓപ്പൺ ആൻഡ് യൂസ് ആക്കുമ്പോൾ 0.6 അങ്ങനെ ഇത് അറ്റ്ലീസ്റ്റ് ഒരു റീച്ച് യൂസർ എക്സ്പീരിയൻസ് ലെവൽ 40 ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു $18 ക്രെഡിറ്റ് ആവുന്ന ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഓഫർ വാൾ ഏതാണെന്ന് വെച്ചാൽ ബിറ്റ് ലാബ്സിൻ്റെ ഓഫർ വാൾസാണ്. ഓക്കെ, ഇതും അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഗെയിംസിൻ്റെ പ്ലാറ്റ്ഫോമിൽ കാണിച്ചില്ലേ, അത് ഇതിനകത്ത് ഈ ഓഫേഴ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ അവർ അതിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെടുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഓരോന്നും എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് അവർ ഓരോ സെക്യൂരിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും പറഞ്ഞിരിക്കും. ജസ്റ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. എല്ലാം ഗൂഗിൾ പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യുക. പിന്നെ ഗെയിം എപ്പോഴും ഫുൾ ക്രെഡിറ്റ് ആയ ശേഷം മാത്രമേ അൺഇൻസ്റ്റാൾ ആക്കാവൂ. ഈ AY സ്റ്റുഡിയോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് സെൻസായിട്ട് ഇതിൻ്റെ അകത്തും കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ ടാസ്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ റിവാർഡ് കിട്ടും, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ആപ്പ് ഗെയിംസ് കളിച്ചാൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഏകദേശം കിട്ടുന്നുണ്ട്. പക്ഷേ ചില ഗെയിംസ് കളിച്ചാൽ കിട്ടുന്നില്ല. ഇതിൻ്റെ അകത്ത് ആപ്പ് എങ്ങനെ ഗെറ്റ് ദ ആപ്പ്, ഓപ്പൺ ദ ആപ്പ്, യൂസ് ദ ആപ്പ്, ഫ്യൂ മിനിറ്റ്സ് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു ഗെയിം എടുക്കുമ്പോഴത്തേക്ക് 30 സെക്കൻഡ് ആകുമ്പോൾ 0 സെൻസ്, കംപ്ലീറ്റ് സ്റ്റേജ് 1 to 4 3 സെൻസ് അങ്ങനെ ഇട്ടിരിക്കുക. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളിത് ട്രൈ ചെയ്യാൻ നോക്കാവൂ. എന്നിട്ട് നിങ്ങൾക്ക് ഏണിങ്സിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ജസ്റ്റ് ഏണിങ്സിൽ നോക്കുക. നിങ്ങൾ ഈ ലെവലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. ക്രെഡിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കളിക്കരുത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗെയിംസും കാര്യങ്ങളും നമുക്ക് കുറേ പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് CPS റിസർച്ച്, ഇത് സർവേസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റിവാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സർവേസ് വരും. പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ചൊക്കെ കൊടുത്തിരിക്കും. പേയ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നതൊന്നും ഇൻസ്റ്റാൾ ചെയ്യരുത്. ഇത് അടുത്ത ഓഫർ വാളാണ്. ഈ 4ാമത്തെ ഓഫർ വാളാണ് അല്ലേ ഇത്. അപ്പോൾ ഈ ഓഫർ വാളിൽ കിടക്കുന്നതൊന്നും നിങ്ങൾ അധികമൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇതിൻ്റെ അകത്ത് കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോ, അത് കുഴപ്പമില്ല. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചോദിക്കുന്ന ചില അതുണ്ട്. അത് നമ്മുടെ ടൈമെക്സിൻ്റെ ഭാഗത്ത് നിന്നുള്ളതല്ല. ഇത് പുറത്തു നിന്നുള്ള സൈറ്റിലെ ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് വെച്ചിട്ട് ഏണിങ്സിന് ഇടുന്നതാണ്. ഇതിൻ്റെ അകത്ത് കുറേ ഇൻസ്റ്റാൾ ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ അവർ പറയുന്ന കണ്ടീഷൻസും കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ട് കുറച്ച് ദിവസം വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും. KYC എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അത് കൊടുത്തിട്ടുള്ള ഒരു ആപ്പിൽ നിങ്ങൾ പോയി ഇൻസ്റ്റാൾ ചെയ്യരുത്. നിങ്ങൾ ഗെയിംസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഞാൻ പറഞ്ഞു തന്ന രീതിക്ക് മാത്രം ചെയ്യുക. ഓക്കെ, അങ്ങനെ മാത്രമേ ചെയ്യാവൂ. കൂടുതലൊന്നും നിങ്ങൾ തല പൊങ്ങഞ്ഞ് ചിന്തിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇത് മാത്രം, ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേരാം. ഇതെല്ലാം നിങ്ങൾ അധികം ചെയ്യാൻ നിൽക്കേണ്ട. ഓക്കെ. അടുത്ത മൈ ചിപ്സ് എന്ന് പറയുന്ന ഓഫർ വാളാണ്. ഈ ഓഫർ വാളിൽ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിൽ ഗെയിം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് അവർ ഓരോ വിജയികളൊക്കെ തിരഞ്ഞെടുക്കുന്നതായിട്ടും നമ്മുടെ ടൈംബെക്സിൻ്റെ ഡാഷ്ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതും 30 ദിവസമാണ്. ഒരു ഗെയിം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസം തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. പ്ലേ ആൻഡ് ഏൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാം, കളിക്കാം. ഓക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് ഏകദേശം എന്താ പറയുക, ഏകദേശം ഒരു 4-5 ഗെയിംസൊക്കെയാണ് വരുന്നത്. ചിലപ്പം കൂടുതൽ വരും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇപ്പം ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ സർക്കിൾ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5 ഇമേജ് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് 1 സെൻറ്റ് കിട്ടും. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി നോക്കാം. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. കാരണം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ എന്താ പറയുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എല്ലാം നമ്മൾ വായിച്ച് നോക്കാതെ ഒന്നും എടുത്ത് ചാടി ചെയ്യരുത്. ചെയ്താൽ നമുക്ക് പണി കിട്ടും. കാരണം കുറേ പേര് എൻ്റെ DMൽ വന്നത് അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കുള്ളതാണിത്. ഞാൻ പറയുന്നത് മാത്രം എടുത്ത് ചെയ്യുക. ഇതിലേക്ക് എടുത്ത് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്യുക. അതൊന്നും എടുക്കണ്ട. അടുത്ത റവന്യൂ യൂണിവേഴ്സ് എന്ന് പറയുന്ന സൈഡിലോട്ട് പോവാം. അതിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് എനിക്ക് ഓക്കെ സർവേസും ഓഫേഴ്സൊക്കെയാണ് വന്ന് കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഗെയിം വന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഗെയിം വരവുള്ളൂ കേട്ടോ. വരുന്നേക്ക് ക്രെഡിറ്റ് ആവും. പ്ലേ മെർജ് ബ്ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ നമ്പർ, ഒരു ഗെയിമാണ്, അതെടുത്തിട്ട് നമ്പർ മെർജ് ചെയ്ത് കൂടി പോകുന്നതാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. പിന്നെ സർവേസ് കിടപ്പുണ്ട്. സർവേസ് എപ്പോഴും വരില്ല, ചിലപ്പോൾ വരും. പിന്നെ അടുത്ത നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇതെന്തോ ഫാർലി എന്നോ അങ്ങനെ എന്തോ ആണെന്ന് പറയാൻ തോന്നുന്നു. എനിക്കറിയത്തില്ല കറക്റ്റ്. ഇത് ചെയ്യേണ്ട കേട്ടോ. ഇത് ഗോ അലിബാബ ആപ്പ് ഓപ്പൺ ആൻഡ് യൂസ് ഇറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ക്രെഡിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തതിലൊന്നും ക്രെഡിറ്റ് ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ അടുത്ത ട്രൈം ഗെയിം സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തതുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ വയസ്സും
പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് സർവേ സൈറ്റാട്ടോ, ഇത് നമ്മൾ വയസ്സും പിന്നെ അതും എല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കണം. പിന്നെ ഇതിനകത്ത് സർവേയും പോക്കർ ഗെയിം ഉണ്ടല്ലോ, നമ്മുടെ ചീട്ടുകളി, അത് ഓൺലൈൻ ചീട്ടുകളിയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ ഏകദേശം ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ചിലർ കളിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ കളിക്കേണ്ട, ഇതിനകത്തൊന്നും ആരും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. ഓക്കെ, അടുത്തത് ഇതാണ് ലൂറ്റേബിളിയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്ക് കറക്റ്റ് ഉച്ചാരണമൊന്നും കിട്ടുന്നില്ല, അത് നിങ്ങളൊന്ന് ക്ഷമിക്കാൻ, അറിയാവുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ കുറേ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് ഇതിലോട്ടും അധികം കിടക്കണ്ട. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗെയിംസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തോ, വേറെ ഒരു പരിപാടിക്ക് നിൽക്കണ്ട. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കാതെ അതിനപ്പുറം പോയി ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇറങ്ങാൻ. പൈസ പോകുന്ന ഒരു പരിപാടിക്ക് ഇതിൻ്റെ അകത്ത് നിൽക്കാതെ ഫ്രീ ആയിട്ടുള്ളത് ചെയ്യാം. പിന്നെ ഹാങ് മൈ ആഡ്സ് അങ്ങനെ ഒരെണ്ണം ഉണ്ട്. ഈ ഓഫേഴ്സിൽ പറയുന്നത് ഏകദേശം ഈ ആപ്പുകളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെയുള്ളത് തന്നെ ഇതിൻ്റെ അകത്തും പറയുന്നത്. ചില ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു ഇതും വേണ്ട, അതായത് പൈസ കൊടുത്തിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അതെനിക്കിഷ്ടമില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഓക്കെ, ഇനി നമുക്ക് ഇത് സൈനപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈനപ്പ് ചെയ്ത് ഇടാം, അപ്പോൾ വേണ്ട. ഓക്കെ, ഇത് നമുക്ക് എന്താ പറയുക, പോപ്പുലർ സൈറ്റ് തന്നെയാണ്. കുറേ പേര് നമ്മുടെ പുറം രാജ്യങ്ങളിലുള്ളവർ കൂടുതൽ പേര് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ അധികം ഉപയോഗിക്കുന്നവരാരും ഇല്ല, എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്തത് ആർട്സ് ആൻഡ് മീഡിയ എന്ന് പറയുന്നിട്ടുള്ള ഓഫർ വാളാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ഇതേപോലത്തെ റിസർച്ച്, പിന്നെ ഇതേപോലത്തെ സർവേസ്, ഗെയിംസ്, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്തെങ്കിലും വാച്ച് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം ഇതും നല്ല രീതിയിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കുറച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പൈസ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കാര്യത്തിൽ നിങ്ങൾ തല വെക്കരുത്. കാരണം കുറേ പേര് എനിക്ക് അതിൻ്റെ ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത പിക്സൽ പോയിൻ്റ്. ഓക്കെ, പിക്സൽ പോയിൻറ്റിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതെന്താ ഒന്നുകൂടെ അതിൽ കയറി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കട്ടെ. ബാക്ക് അടിച്ചിട്ട് നമുക്ക് പിക്സൽ പോയിൻറ്റിൻ്റെ അകത്ത് സാധനങ്ങൾ നോക്കാം. ഓക്കെ, പിക്സൽ പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓക്കെ, ഇത് നിങ്ങൾ ചെയ്തോട്ടെ. ഇതിൻ്റെ അകത്തും ഏതൊരു സൈറ്റിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിച്ചിട്ട് വല്ല ഓഫറും വന്നാൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇതാവുക. അതായത് നമ്മളെ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേരെന്തോന്ന്, ട്വിറ്ററിലോട്ട് പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്താൽ നമുക്ക് 2 സെൻറ്റ് കയറും. അത് ഓൾറെഡി അങ്ങനെ കയറിയിട്ടുണ്ട്, എനിക്ക് എപ്പോഴോ കയറിയിട്ടുണ്ടായിരുന്നു ഇത്. അപ്പം നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ അകത്തും ഇത് തന്നെയുണ്ട്, കംപ്ലീറ്റ് ഓഫർ. ഇങ്ങനെയുള്ള ഓഫറൊക്കെ ഉണ്ടല്ലോ, വായിച്ച് നോക്കിയിട്ട് നമുക്ക് പൈസ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത ചിലതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് മാത്രമൊക്കെ ചെയ്ത് നോക്കുക, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് യൂസ് ദ ബട്ടൺ ബിലോ ലോഗിൻ എക്സ് കമൻറ്റ് ടീച്ചർ വീഡിയോ അലോ 24 hours 27 മണിക്കൂർ കാത്തിരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് പബ് സ്കെയിൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കയറാനേ നിൽക്കേണ്ടതിൻ്റെ അകത്ത് ഗെയിംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടുതലും ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്യണം കേട്ടോ, കൊച്ചിങ്ങനെ ഇവിടെ അലച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓഫേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 ഓഫർ 30 ഓഫർ, ഇതൊക്കെ ചെയ്താൽ ചിലപ്പം നമുക്ക് പണി കിട്ടും. ഇതൊന്നും ചെയ്യണ്ട. ഇതൊക്കെ കുറേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും യൂസ് ചെയ്ത് നോക്കാനും ഒക്കെയാണ്, രജിസ്റ്റർ ചെയ്യാനും ഒക്കെയാണ്. ബജാജ് ഫിനാൻസിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ അത് അവരതിൽ നിന്നൊക്കെ വിളിക്കാമെന്ന് എടുക്കും. പിന്നെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, ആ സൈറ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇല്ലാന്ന് തോന്നുന്നു. ടൈം വാൾ എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിന് ഇഷ്ടം പോലെ വരുമാനം നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ പൈസ നോക്കി ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. കയറുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് മാത്രം വലുതിലോട്ട് പോവുക. മാഗ്നറ്റ് മൈനർ, റിവർ ഡെത്ത്, ഇതൊക്കെ എളുപ്പമാണ് ഗെയിം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുന്ന ഗെയിംസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിത് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് സർവേസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ക്ലിക്സ് ഉണ്ട്, ഇൻസ്റ്റാൾ ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ഇൻസ്റ്റാൾ ക്ലിക്കൊക്കെ ചെയ്യാം. ഇതും അതേപോലെയൊക്കെ തന്നെയാണ്. ഏതാണ്ട് എല്ലാ സൈറ്റും ഓരോപോലെ തന്നെയാണ്. ഈ സൈറ്റിലൊക്കെ നമ്മൾ ഒരു സൈറ്റിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണ ഗെയിം പോയി അടുത്ത സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കരുത്, എങ്കിൽ ക്രെഡിറ്റ് ആകത്തില്ല. അവർ പ്രത്യേകം പറയുന്നുണ്ട്, ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. ചിലതൊന്നും എൻ്റെ ഫോണിൽ ഓൺ ആവുന്നില്ല, അപ്പം ഞാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതൊക്കെ
അതിൻ്റെ അകത്തുള്ള ഓരോ സൈറ്റുകളാണ്. ഇത് സർവേ സൈറ്റാട്ടോ. ഈ സർവേ സൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിടാം. പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സർവേ ഹിന്ദിയിലൊന്ന് എന്തെങ്കിലും ഞാൻ ഇപ്പോൾ കാണിച്ചാൽ അതിപ്പോൾ ഹിന്ദിയിലല്ലേ വന്നേക്കണേ. ജസ്റ്റ് നിങ്ങളതൊന്ന് കോപ്പി ചെയ്യുക. ഇങ്ങനെ ഒന്ന് കോപ്പി ചെയ്യുക. ട്രാൻസ്ലേറ്റ് വന്നുകൊണ്ടോ അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരും. അതിലിട്ട് വാട്ട് ഈസ് സംതിങ് യു ആർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ കൊടുത്തേക്കുന്നില്ല. അപ്പോൾ എന്താണ് ഞാൻ അടിക്കാൻ പോകണം, എന്തെല്ലാം ചോദിച്ചാൽ ഞാൻ മറന്നുപോയില്ല. അപ്പം ജസ്റ്റ് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തത് ഹിന്ദിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ കോപ്പി ചെയ്തതുപോലെ നിങ്ങളൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നോക്കാം. വീണ്ടും ഇംഗ്ലീഷിൽ തന്നെ ഹിന്ദി തന്നെയാണ് ചോദിക്കുന്നത്. വീണ്ടും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുന്നു എന്തിനാണ് സംഭവം എന്ന് ചോദിക്കുന്നു. അപ്പം എംപ്ലോയ്മെൻറ്റ് ഫുൾ ടൈമിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം കോപ്പി ചെയ്തിട്ട് ഇതിലേതാണ് ഉത്തരം നോക്കിയിട്ട് അത് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പി പേസ്റ്റ് ആൻസർ ചെയ്യുന്നത്. ഏതൊരു സർവേ നമ്മൾ ഓപ്പൺ ആക്കിയാലും അവർ ഫസ്റ്റ് തന്നെ പറയുന്നത് ഹോണസ്റ്റ് ആയിരിക്കണം, റിലയബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ ടൈം കൺസ്യൂം ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് വായിച്ചു പോലും നോക്കാതെ പെട്ടെന്നാണ് ആൻസർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്ത് കളയും, എടുക്കത്തില്ലാണ്ട്. ബി ഹോണസ്റ്റ്, ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റിനൊരു ഏണിങ്സ് കിട്ടത്തുള്ളൂ. അപ്പം ഇതൊക്കെ സർവേ സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സർവേകൾക്ക് കയറി നോക്കാം, ട്രൈ ചെയ്ത് നോക്ക്. ഇതിലൊക്കെ സർവേ വരും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓഫേഴ്സിൻ്റെ ഒരു ഉള്ളടക്കം. ഓഫേഴ്സിൽ ഇങ്ങനെയൊക്കെയാണുള്ളത്. കൂടുതലും ഗെയിംസ് തന്നെയാണുള്ളത്. അപ്പം ഗെയിംസ് പല സൈറ്റിലും ഉണ്ട്. ആ സൈറ്റുകളിലെല്ലാ ഗെയിംസും ഈ സൈറ്റിലും കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാവും. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ വെരിഫിക്കേഷൻ നടത്താം. എൻ്റെ ഇമെയിൽ ഞാൻ ജസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോൺ നമ്പർ മെയിലാണ് വരുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് എന്താണ്, പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നോക്കിയിട്ട് ലൈവിലോ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ടോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തോ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂടെ മനസ്സിലാവും. ഇങ്ങനെ ഞാൻ കാണിച്ചെന്ന് ഇതേപോലെയാണ് നിങ്ങൾ കറക്റ്റിന് ഓഫേഴ്സിൻ്റെ ടാബ് ചെയ്യേണ്ടത്. അല്ലാതെ വേറെ ഒരു പണിക്ക് നിൽക്കരുത്. ഇത് മാത്രം കറക്റ്റ് ചെയ്ത് പോവുക. ഓക്കെ. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നാളെ മുതൽ ഞാൻ ലൈവിൽ സജീവമായിട്ട് വരുന്നതാണ്. കാരണം കുറേ പേരെ ഞാനിന്ന് പരിചയപ്പെട്ടു. മോളുടെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി. സാന്ദ്ര എന്നായിരുന്നു, എന്തായിരുന്നു ഞാൻ മറന്നുപോയിട്ടുണ്ട്. അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേരേട്ടാ മോളെ, സോറി ഞാൻ പേര് മറന്നുപോയി. ഓക്കെ. കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പേരെയിൽ നിന്ന് എനിക്ക് 3-4 പേരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. അതേപോലെ നിങ്ങളെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നാളെ തൊട്ട് ഞാൻ നാളെ 1 മണിക്കോ 2 മണിക്കൊക്കെ ലൈവിൽ വരാം. അപ്പോൾ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്ത് കഴിവതും ജോയിൻ ചെയ്യാൻ ശ്രമിക്കൂ. ലൈവിലായിട്ട് നിങ്ങൾ ലൈവായിട്ട് എൻ്റെ ഡൗട്ടുകൾ ചോദിക്കും. അപ്പോൾ ഞാൻ ലൈവായിട്ട് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും ഇൻബോക്സ് വന്നിടുന്ന മെസ്സേജിനോട് കാത്തിരിക്കേണ്ടി വരത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം എല്ലാവരും ടൈം ബോക്സ് ഫോക്കസ് ചെയ്ത് ജോലി ചെയ്ത് തുടങ്ങുക. വേറെ ഒന്നിനും നിൽക്കണ്ട. ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ചോദിച്ചിട്ടൊന്നും ഒന്നിനും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ഞാൻ ഈ ദിവസത്തിൽ തന്നെ വേറെ വീഡിയോ ഇട്ടുതരാം. കാരണം എനിക്ക് കുറച്ച് പേര് ഡീമൻ ചെയ്തിട്ടുണ്ടായിരുന്നു സർവേ ക്വാളിഫൈഡ് ആവുന്ന ഫുൾ വീഡിയോ ഇടാൻ. അത് ഞാൻ പെട്ടെന്ന് തന്നെ ഇട്ടുതരാം, ഇന്ന് തന്നെ ഇട്ടുതരാം. ഓക്കെ. അപ്പോൾ അത്രയുള്ള